മമ്മൂട്ടി കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഇതൊരു നടന്ന കഥയല്ല, നടക്കുന്ന കഥയല്ല, നടക്കാൻ പാടില്ലാത്തൊരു കഥയാണ്. ഇതിൽ രണ്ടാമത്തെ പോയിന്റിൽ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. നടക്കുന്നില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പാട്രിയോട്ട് കണ്ട് വരുന്ന വഴിയാണ്. ഒരു ക്ലീൻ സ്പൈ ത്രില്ലർ മൂവി. മഹേഷ് നാരായണൻ എടുത്തു വെച്ച ക്ലാസിക് സാധനം. മമ്മൂക്ക, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ എല്ലാവരും നല്ല രീതിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ലാലേട്ടന്റെ പോർഷൻസ് സ്ഥിരം വരുന്ന പോലെ വന്ന് തൂക്കിപ്പോയി. മമ്മൂക്ക ലാലേട്ടൻ കോമ്പിനേഷൻ അതൊക്കെ നമുക്ക് കണ്ടു മറന്നിട്ടുള്ള എത്ര കാലമായി? 16 വർഷം, 16അല്ല 18 വർഷത്തോളമായി. 2008 ലാസ്റ്റ് പടം വന്നതെന്നാണ് എൻ്റെ ഓർമ്മ. ആ ഒരു മൊമെന്റ് ഒക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. ഒരു ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള സ്റ്റോറി പറയുന്ന ഒരു പടം. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് സ്പോയിലറായി പോകും. സുഷിൻ ശ്യാം, സുഷ് ഒരു രക്ഷയില്ല. ഓരോ സീനിലും എടുത്തു കൊണ്ടുപോയിട്ടുള്ളത്, അതായത് പടത്തിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോയത് സത്യം പറഞ്ഞാൽ ഇവരെക്കാൾ കൂടുതൽ സുഷിൻ ശ്യാമാണെന്ന് പറയേണ്ടി വരും. എങ്ങനെയാണ് ഇങ്ങേരുടെ അടുത്ത് മാത്രം, അതായത് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വന്നതാണല്ലോ. ചാക്കോച്ചൻ്റെ അതിന് ഒരു ചെറിയൊരു BGM ഉണ്ട്. അതായത് ഈ കാറ്റ് തൊട്ടപ്പോൾ സോങ്ങിന്റെ വേറൊരു വെർഷൻ, സോങ് അല്ല അതിന്റെ ഒരു ബീറ്റിന്റെ വേറൊരു വെർഷൻ. അതൊക്കെ എങ്ങനെ ഇങ്ങനെ ആലോചിച്ചെടുക്കുന്നതാണ്. ആ ഒരു റൊമാൻറ്റിക് സോങ്ങിനെ എങ്ങനെ ഒരു ത്രില്ലർ സൈഡ് കൊണ്ടുവരാന്നുള്ളതൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് അത് കുറച്ച് വീക്കായി തോന്നി. ഇനി അധികം പറയാൻ എനിക്ക് താല്പര്യമില്ല, കാരണം സ്പോയിലർ ആയി പോകും. ഞാൻ എന്ത് പറഞ്ഞാലും ഇതിൽ സ്പോയിലർ ആയിട്ട് പോയി കണ്ടിട്ട് അഭിപ്രായം കമന്റിലിട്ടു.